മരണശേഷവും ഭിന്നശേഷിക്കാരനായ ജോസഫിനെ വേട്ടയാടി സൈബർ സഖാക്കൾ. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നായിരുന്നു ജോസഫ് ആത്മഹത്യ ചെയ്തത്. ജോസഫിനെയും കുടുംബത്തെയും നിരന്തരം അവഹേളിക്കുന്ന CPMന്റെ സമീപനത്തെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഭിന്നശേഷിക്കാരനായ വയോധികനെ നിരന്തരം അവഹേളിച്ച സൈബർ സഖാക്കൾ. ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങൾ തെറ്റാണെന്നാണ് CPMന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോപണം. കിടപ്പ് രോഗിയായ മകളുടെ പെൻഷൻ ജോസഫ് വാങ്ങിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. മരണപ്പെട്ട ജോസഫ് പെൻഷൻ കൈപ്പറ്റുന്ന വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാണ് CPMന്റെ ന്യായീകരണം. നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു കർഷകനെ പോലും വികലാംഗനെ പോലും പരസ്യമായിട്ട് അപമാനിക്കുന്ന, അനാദരവ് കാണിക്കുന്ന ഒരു സമീപനവുമായി CPM മുന്നോട്ട് പോവുകയാണ്. ഇത് അവരുടെ മനസ്സിൻ്റെ വൈകല്യമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കർഷകന്മാർ അനുഭവിക്കുന്ന ക്ഷേമ പെൻഷന് അർഹരായിട്ടുള്ള ആളുകൾ അത് ലഭിക്കാതെ കഷ്ടപ്പെടുമ്പോൾ അത് കൃത്യസമയത്ത് കൊടുക്കാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ ഭരണാധികാരികളുമൊക്കെ അത്തരം ആളുകളെ അപമാനിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. പെൻഷൻ തുക ലഭിച്ചിട്ട് മാസങ്ങളായെന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ലെന്നും എഴുതി വെച്ചായിരുന്നു വികലാംഗനായ ജോസഫ് ജീവനൊടുക്കിയത്. പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിരുന്നെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മരണശേഷവും വികലാംഗനായ ജോസഫിനെ പരസ്യമായി അവഹേളിക്കുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും BJP വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.